ഈ ഒരു സമയത്ത് റംബുട്ടാനൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോസൊക്കെ നേരത്തെ നാട്ടിൽ പോയ സമയത്ത് എടുത്തു വെച്ചിരുന്നതാണ്. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുറേ വീഡിയോസൊക്കെയാണെങ്കിൽ നാട്ടിൽ പോയ സമയത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് യാത്രകളായിരിക്കുമല്ലോ. എപ്പോഴും ഓരോരോ യാത്രകളും ഓരോരോ സ്ഥലങ്ങളിൽ പോകാനും ഒക്കെ കാണുമായിരിക്കും. വീട്ടിലിരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ യാത്രകളായിരിക്കും കൂടുതൽ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോഴാണെങ്കിൽ അതിൻ്റേതായ ഒരു നമ്മൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഒരു യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലോട്ട് പോയതാണ്. പിന്നെ വീട്ടിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അവിടെ ചെന്നപ്പോൾ കുറേ റംബുട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റംബുട്ടാൻ നല്ല ടേസ്റ്റാണ്. ഒട്ടുവാണെങ്കിൽ പുളിയില്ലാത്ത നല്ല റംബുട്ടാനായിരുന്നു. നല്ല റംബുട്ടാനായത് അല്ലേ? ഇതിനകത്ത് കുരുവില്ലാത്ത റംബുട്ടാനാന്ന് തോന്നുന്നു അല്ലേ? ചെറുതായിട്ട് നമുക്ക് കുരുവാണെങ്കിൽ കടിച്ച് തിന്നാം അല്ലേ ജിയ? നോക്കി ചായ ഇടാമ്പോ ചായ. ഇന്ന് രാവിലെ ആണെങ്കിൽ ചെറിയ ചായ ഇടാൻ വേണ്ടി എടുത്ത് ചായ തിളച്ചു പാല് തിളച്ചു പോയി. പിന്നെ നോക്കി നിൽക്കാം. നെയ്യപ്പം കഴിച്ചു പോലെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഏഞ്ചു കഴിച്ചോ മോനെ? നെയ്യപ്പം കഴിച്ചോ? നല്ല ടേസ്റ്റ് ഉണ്ട് നെയ്യപ്പം. നല്ല നെയ്യപ്പം. പറഞ്ഞ പോലെ തന്നെ നല്ല നെയ്യപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്തേ സൗമ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നല്ല അവരുടെ വീടിനടുത്താണെങ്കിൽ ഒരാളിങ്ങനെ റെഡിയാക്കി വിൽക്കുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോരാൻ തുടങ്ങിയപ്പോഴത്തേക്കും സൗമ്യയുടെ ഉപ്പയാണ് നെയ്യപ്പമൊക്കെ മേടിച്ചുകൊണ്ട് തന്ന് വിട്ടത് കേട്ടോ. അപ്പം നല്ലതായിരുന്നു. അപ്പോൾ നെയ്യപ്പമൊക്കെ കഴിച്ചിട്ട് ഇത് വൈകിട്ട് നമുക്ക് ഒരു വൈകിട്ടെന്ന് പറയാൻ പറ്റത്തില്ല, പാതിരാത്രി 12:30 ആയപ്പോഴത്തേന് പ്ലാവ് കിട്ടുന്നതാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബഡ് പ്ലാവാണ്, ഇഷ്ടംപോലെ ചക്കയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ആരോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മണ്ട ഇങ്ങനെ വെട്ടി വിടണം അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് സാധാരണ ബഡ് പ്ലാവിനൊന്നും ഈ തടിക്ക് അധികം വണ്ണം വെക്കത്തില്ലല്ലോ. പക്ഷെ നമ്മുടെ പ്ലാവിന് അത്യാവശ്യം വണ്ണമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്താണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ മണ്ട വെട്ടിവിടാൻ വേണ്ടി കയറിയൊക്കെ വിചാരിച്ചു അത് വിട്ടു കേട്ടോ. സാധാരണ എന്നിട്ട് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതങ്ങനെ മണ്ട വെട്ടിയാൽ ബഡ് പ്ലാവ് ആയത് കാരണം കൊണ്ട് അത് പിന്നെ ഉണങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ദിവസമായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല. ഇപ്പം ഇത് വെട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണെങ്കിൽ പിന്നെ ഈ ബക്കറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണെങ്കിൽ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം മഴയൊക്കെ പെയ്യുമ്പോഴാണെങ്കിൽ വെള്ളം ഒന്നും താഴാതിരിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ അതൊക്കെ വെട്ടി അങ്ങനെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു പരിപാടി. പെയിൻ്റ് അടിക്കുക അപ്പനും മോളും കൂടെ മതിലിന് പാതിരാത്രി. പാതിരാത്രി ആയിട്ടില്ല, 10 മണി കഴിഞ്ഞതേ ഉള്ളൂ. എന്ത് ഞാൻ ചെയ്യണം? മഴ പെയ്താൽ പോയി അല്ലേ? മഴ പെയ്താൽ വീണ്ടും അടിക്കും. മഴ പെയ്താൽ വീണ്ടും അടിക്കും. അതെ. നാളെ അവർ വരുമ്പോൾ
ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ പകുതിയായി. അതെ അല്ലേ, ഇത്രയായി. രാത്രിയെന്നില്ല പകലെന്നില്ല, പണിയോട് പണി അല്ലേ. എനിക്കിഷ്ടമായി പെയിൻ്റ് അടിക്കാൻ. എഞ്ചു ഒരു ബ്രഷ് ഉണ്ടായിരുന്നു, ഞാൻ അടിച്ചേ. ബ്രഷ് ഉണ്ടോ ഇനി? ഉണ്ടോ? എവിടെ ഇരിപ്പുണ്ടോ? എവിടെ കൊണ്ടുപോയോ? അവർ കൊണ്ടുപോകുന്നതാ അത്? കഴിക്കുക എഞ്ചു, കയ്യിലാക്കരുത്. നീ വേണേ ആ ഗ്ലൗസ് ഇടറി എഞ്ചു, ആ ഗ്ലൗസ് ഇട്. എഞ്ചുവിനോട് ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് പെയിൻ്റ് അടിക്കാൻ പറഞ്ഞ, പക്ഷെ അപ്പോൾ അവൾ പറയുന്നത് അവൾ ഗ്ലൗസ് ഇട്ടിട്ട് വരുമ്പോഴത്തേന് പപ്പ അത് ഫുള്ളാണെങ്കിൽ മതിലടിച്ച്. അത് കാരണം കൊണ്ട് അവൾ കുറച്ച് കഴുകിയായിരുന്നല്ലേ ലജ്ജ, പക്ഷെ അത് കഴുകിയപ്പോൾ ആണെങ്കിൽ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പായലൊക്കെ. പിന്നെ എന്നാ പറ്റി ബാക്കി കഴുകാഞ്ഞ്? ആഹാ. ഇപ്പോൾ ഇവർ പെയിൻ്റ് അടിക്കട്ടെ. ഇവിടെ എല്ലാം അടിക്കാനാണ്. പെയിൻ്റല്ല, ശരിക്കും പ്രൈമറാണിത്. അപ്പോൾ ഇവിടെ എല്ലാം അടിക്കാനുണ്ട്. ഇനിയും അതിലെല്ലാം അടിക്കാനുണ്ട്. ഇതെല്ലാം അടിക്കാൻ കിടക്കാണ്. അങ്ങ് വരെ ഉണ്ട്, ഇരുട്ടായതിൻ്റെ കാണത്തില്ല. ഇതിപ്പം ഓട് ഇടാൻ വേണ്ടി കൊണ്ടുവച്ചേക്കാണ്. എൻ്റെ ഇതിൻ്റെ മുകളിലാണെങ്കിൽ പണി നടന്ന സമയത്ത് ഇട്ടിരുന്ന ഓടൊക്കെ പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ അത് പുതുതായിട്ട് ഇടാൻ വേണ്ടി എടുത്ത് വെച്ചേക്കാണ്. ചുമ്മാ ഇങ്ങനെ ആ സിറ്റൗട്ടിലിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം തോന്നിയതാണ്. എന്നാൽ പിന്നെ അങ്ങ് അടിച്ചാലോ എന്ന് ഓർത്തിട്ട് പെയിൻറ്റ് വന്നിട്ട് പ്രൈമർ എടുത്തുകൊണ്ട് വന്നിട്ട് അടിക്കുകയാണ്. സമയം 10:14. പെയിൻ്റ് അടിച്ച് ഇപ്പോൾ രൂപയായി. ഈ ഒരു പ്ലാവിൽ ഒരു ചക്ക ഇനി ലാസ്റ്റ് കിടപ്പുണ്ട്. എഞ്ചു അടിച്ച കാണിച്ചു തരാം. ഇപ്പം കഴിഞ്ഞത്രയും കാണിച്ചു തരാമേ. കണ്ടോ, കൊള്ളാം കേട്ടോ. പന്ത്രണ്ട് മണിയായി. ആ സമയം കൊണ്ട് ഞങ്ങൾ പ്രൈമർ അടിച്ച് മതിലിനടിച്ചു. ഇത്രയിടത്തെ പൂർത്തിയായിട്ടുണ്ട്. ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ഓടിരിക്കുന്ന വശത്തെ അടിച്ചിട്ടില്ല. ഓട് മാറ്റിയാലോ എന്ന് ഓർക്കുക. പക്ഷെ നാളെ ഇതെന്തായാലും മാറ്റുമല്ലേ ചേച്ചി? അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ബാക്കി ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. നാളെ രാവിലെ അറിയത്തുള്ളൂ ഇത് ഏത് കോലത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.